ഇന്ത്യയുടെ മുൻ പ്രസിഡന്റും വിദ്യാഭ്യാസ ചിന്തകനുമായ ഡോക്ടർ എസ് രാധാകൃഷ്ണന്റെ ജന്മദിനമായ സെപ്റ്റംബർ 5-ന് ചാവക്കാട് വിദ്യാഭ്യാസ ജില്ലാ അധ്യാപക ദിനാചരണം സംഘടിപ്പിച്ചു. ചന്ദ്രാപിന്നി വി കെ കുമാരൻ സ്മാരക ഹാളിൽ നടന്ന ദിനാചരണം ഇ.ടി. ടൈസൺ എം.എൽ.എ. ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ ആദ്യത്തെ ഉപരാഷ്ട്രപതി രണ്ടാമതായിട്ടുള്ള രാഷ്ട്രപതിയായി തെരഞ്ഞെടുക്കപ്പെട്ട ഒരുപക്ഷെ ഇന്ത്യ കണ്ട ഏറ്റവും മികച്ച പ്രതിഭയായ അധ്യാപകരിൽ പ്രഥമ ഗണനീയൻ എന്ന് പറയാവുന്ന ഡോക്ടർ രാധാകൃഷ്ണന്റെ ജന്മദിനം അത് അധ്യാപക ദിനമായിട്ട് ആഘോഷിക്കുന്ന സന്ദർഭമാണ്. യഥാർത്ഥത്തിൽ അധ്യാപക ദിനം ആഘോഷിക്കപ്പെടുന്ന സന്ദർഭത്തിൽ നമുക്ക് ഉള്ളിലുണ്ടാകുന്നത് നമ്മളൊരു അധ്യാപകൻ എന്ന നിലയിൽ പല സന്ദർഭങ്ങളിൽ നമ്മൾ തിരഞ്ഞെടുക്കപ്പെട്ട അർത്ഥത്തിലുള്ള ചിലപ്പോൾ ക്വാളിഫിക്കേഷൻ തന്നെ ആയിക്കൊള്ളണമെന്നില്ല, ചിലപ്പോൾ ഒരുപക്ഷെ എയ്ഡഡ് മേഖലയിൽ വരുന്ന അധ്യാപകർ ഉൾപ്പെടെയുള്ള ആളുകളുടെ മത്സരത്തിലും മത്സരമല്ലാതെയും തെരഞ്ഞെടുക്കപ്പെടുകയും അധ്യാപക വൃത്തിയിൽ ഏർപ്പെടുകയും ചെയ്ത ആളുകൾ ഉൾപ്പെടെയുണ്ട്. നാം ചെയ്യുന്ന ജോലി നമ്മൾ 100% അതോട് നീതി പുലർത്താൻ കഴിയുന്നുണ്ടോ എന്നുള്ള വിമർശനമോ അല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ കഴിയുന്നുണ്ടോ എന്നൊരു പരിശോധന നടത്താനുള്ള സമയമായി ഇതിനാണ്. പക്ഷെ ആ ഫ്രെയിമിന്റെ അപ്പുറത്തേക്ക് പോകാൻ നമുക്ക് കഴിയും. ആ ഫ്രെയിമിന് അപ്പുറത്തേക്ക് കുട്ടികൾക്ക് ഒരു നല്ല മിടുക്കനായിട്ടുള്ള വിദ്യാർത്ഥിയെ സൃഷ്ടിക്കാൻ ആ ടെക്സ്റ്റ് ബുക്കിലുള്ള അറിവുകൾ മാത്രം പോരാതെന്ന് ഉറപ്പാണ്. അതുകൊണ്ട് അത്തരം പുറമേയുള്ള കാര്യങ്ങൾ ഉൾപ്പെടെ കുട്ടികളിലേക്ക് എത്തിക്കാൻ കഴിയുന്ന ഏറ്റവും മിടുക്കരായിട്ടുള്ള അധ്യാപകരാകാൻ നമ്മുടെ കുറവുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പരിശോധിച്ച് അത് പൂർത്തീകരിക്കാൻ നല്ല മികച്ച ഒരു അധ്യാപകനാണ് ഞാൻ എന്ന് പറയുന്നത് ആരാ? നമ്മുടെ വിദ്യാർത്ഥിയാണ്. ഈ അറിവ് അല്ലെങ്കിൽ ഇങ്ങനെ ഈ സമയത്ത് എന്നെ നയിക്കപ്പെട്ടത് ഇന്ന ആളാണ്, ഇന്ന ടീച്ചറാണ്. പല ടീച്ചർമാരെ ഓർക്കുന്നത് അങ്ങനെയല്ലേ എന്തുകൊണ്ടാണ് അത് ഓർക്കാൻ കാരണം? സ്നേഹം കൊടുത്തുകൊണ്ട് മാത്രമല്ല, പുതിയ കാര്യങ്ങളിൽ ഇവർ നമ്മുടെ കൈപിടിച്ച് അവരുടെ ജീവിതത്തിൽ ഒരു പ്രധാനപ്പെട്ട ആളായി ഇവർ മാറി എന്നുള്ളത് തന്നെയാണ്. അത്തരത്തിലുള്ള നല്ല ടീച്ചർമാരായി മാറാൻ നമുക്ക് ആഗ്രഹം. മാറുന്ന കാലത്തിനനുസരിച്ച് അധ്യാപകരും മാറണമെന്ന് ഇ.ടി. ടൈസൺ എം.എൽ.എ. പറഞ്ഞു. എടത്തിരുത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും സംഘാടക സമിതി ചെയർമാനുമായ ടി.കെ. ചന്ദ്രബാബു അധ്യക്ഷത വഹിച്ചു. സാംസ്കാരിക പ്രവർത്തകൻ യു.കെ. സുരേഷ് കുമാർ അധ്യാപക ദിന സന്ദേശം നൽകി. ഉപജില്ലയിലെ വിദ്യാരംഗം കൺവീനറും ചന്ദ്രാപിന്നി ഹൈസ്കൂളിലെ മലയാളം അധ്യാപികയുമായ അഭയ രചിച്ച അവതരണ ഗാനം സംഗീതാധ്യാപകൻ സ്വേദിലിന്റെ നേതൃത്വത്തിൽ വിവിധ വിദ്യാലയങ്ങളിലെ അധ്യാപകർ അവതരിപ്പിച്ചു. ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർമാരായ കെ.വി. അമ്പിളി, പി. ഷീബ ചാക്കോ, ചാവക്കാട് ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ പി.വി. റഫീഖ്, സംഘാടക സമിതി കൺവീനർ ബിനോയ് ടി. മോഹൻ, വിവിധ അധ്യാപക സംഘടനാ നേതാക്കൾ എന്നിവർ സംസാരിച്ചു. ആഘോഷവേളകളിൽ സ്വർണ്ണത്തിളക്കത്തിന്റെ സ്പർശമായി മുഗൾ ജ്വല്ലറി. അന്താരാഷ്ട്ര ഗുണനിലവാരമുള്ള BIS 916 സ്വർണ്ണാഭരണങ്ങൾ മാത്രം വിൽക്കുന്ന തൃപ്രയാറിലെ ഏക ജ്വല്ലറി മുഗൾ ജ്വല്ലറി. ഏറ്റവും പുതിയ മോഡലുകൾ, ഏറ്റവും കൂടുതൽ സ്റ്റോക്ക്, ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകുന്നു. കേരള, കൽക്കട്ട, സിംഗപ്പൂർ, അറേബ്യ തുടങ്ങി ലോകോത്തര ഡിസൈനുകളുടെ വൈവിധ്യമാർന്ന സമന്വയം. സ്വർണ്ണ സൗന്ദര്യത്തിന്റെ രാജചിഹ്നം മുഗൾ ജ്വല്ലറി, NH17 റോഡ്, തൃപ്രയാർ. You're watching True Line News.